നോമ്പിൻ്റെ 31-ാം ദിവസത്തിൽ മുന്തിരിവള്ളികളും കൊമ്പുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് യേശു കർത്താവ് പറയുന്നത്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. വളരെ സൂക്ഷ്മമായിട്ട് യേശു കർത്താവും ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തെ എപ്രകാരമായിരിക്കണമെന്ന് ക്രിസ്തു ഇവിടെ വിവരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവും സഭയും വിശ്വാസ സമൂഹമുള്ള ബന്ധത്തെയാണ് ഇവിടെ ബന്ധിപ്പിക്കുന്നത്. നോമ്പ് എന്ന് പറയുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പുതുക്കത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ധന്യമായ അനുഭവത്തിലേക്ക് നയിക്കപ്പെടണം എന്നുള്ളതാണ്. മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഫലം കായ്ക്കുക, ഫലദായകമായ ജീവിതം എന്നുള്ളതാണ്. 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുക എന്നുള്ളതാണ്. പ്രൂണിങ് എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കർഷകൻ തൻ്റെ തോട്ടത്തിൽ കൊമ്പുകൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളുടെയും പരീക്ഷകളുടെയും ജീവിതാനുഭവങ്ങളിൽ അതിജീവിപ്പാനായിട്ട് നമുക്ക് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് ഹിതകരമല്ലാത്ത എല്ലാ ജീവിത ശൈലികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. ദൈവഹിതത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ ഈ നോമ്പുകാലങ്ങളിൽ സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ രൂപപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം ക്രിസ്തു പറയുന്നു: നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണമെന്നുള്ളതാണ്. ക്രിസ്തുവിൽ വേരൂന്നുന്ന ഒരു ധന്യമായ ജീവിതത്തെക്കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. റൂട്ടിംഗ് എന്നുള്ളതാണ് ക്രിസ്തു വസിക്കുന്ന അനുഭവമാണ്. ഇതൊരു ആത്മീയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളിൽ നമുക്കെല്ലായ്പ്പോഴും ജീവിപ്പാനായിട്ട് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഞാനില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിനോടുകൂടിയുള്ള ചേർന്നുള്ള ധന്യമായ ശുശ്രൂഷകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഫലം കായ്ക്കുവാൻ നമ്മെ അവിടുന്ന് സഹായിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ക്രിസ്തുവിൽ നിരന്തരം വസിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. 8-ാം വാക്യത്തിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്: നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് എല്ലായ്പ്പോഴും എൻ്റെ പിതാവ് മഹത്വപ്പെടും എന്നുള്ളതാണ്. അവിടെ ഫ്രൂട്ടിംഗ് എന്നുള്ളതാണ്. അതായത് ഫലദായകമായ ജീവിത അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട്, ദൈവത്തിന് ഹിതകരമായ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഈ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: അബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക എന്നുള്ളതാണ്. അബൈഡ് ഇൻ മൈ വേർഡ്, എൻ്റെ വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. അബൈഡ് ഇൻ മൈ ലവ്, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. ക്രിസ്തുവിൽ വസിക്കുകയും അവൻ്റെ വചനത്തിൽ വസിക്കുകയും അവൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഈ നോമ്പുകാലങ്ങളിൽ ക്രിസ്തുവിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളെ ചെത്തിവെടുപ്പാക്കി എല്ലായ്പ്പോഴും ആഴത്തിൽ വേരൂന്നിക്കൊണ്ട് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.